എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് വലിയൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, വലിയ ചക്ക കേട്ടോ. അതിൻ്റെ ഒരു കാൽഭാഗമേ ഉള്ളൂ ഇത്. നമുക്കിതുകൊണ്ട് നല്ലൊരു എരിശ്ശേരി വയ്ക്കാം. പിന്നെ ബാക്കി കുറച്ചെടുത്ത് നമുക്ക് നാളേക്ക് സൂക്ഷിച്ച് വയ്ക്കാം. എങ്ങനെയാണ് നാളേക്ക് സൂക്ഷിച്ച് വയ്ക്കുക നിങ്ങൾക്കറിയോ? നാളേന്ന് മാത്രമല്ല, 3-4 ദിവസം നമുക്ക് കേടുകൂടാതെ പുളി പിടിക്കാതെ ചക്ക എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം എന്നൊക്കെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കുറച്ചെടുത്തിട്ട് ഉച്ചക്കലയ്ക്ക് ഒരു എരിശ്ശേരി വയ്ക്കാം കേട്ടോ. എരിശ്ശേരിക്കുള്ള കഷ്ണം നുറുക്കി ഉപ്പും മുളകും മഞ്ഞപ്പൊടി ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. കുക്കറിൽ വെയിറ്റ് ഇട്ടു. ഒരു 2 വിസിലാകുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ. വിസിൽ വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം അരയ്ക്കണം. ഇതാണ് നാളികേരം, കണ്ടോ? ഈ നാളികേരം മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിൽ കുറച്ച് ജീരകവും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് അങ്ങോട്ട് അരയ്ക്കാം. കണ്ടോ? ഇത്ര മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ. വിസിലും വന്നു, പ്രഷറും പോയി. നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി നോക്കാം. ബെസ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 2 വിസിലധികം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എരിശ്ശേരിയാണല്ലോ വെക്കേണ്ടത്. സാധാരണ എരിശ്ശേരി വെക്കണ പോലെ തന്നെ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം, ജീരകം കൂട്ടി അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം അങ്ങോട്ട് ചേർക്കാം. ഇതിലിപ്പോൾ വെള്ളം കുറവാണ്. ഈ ജാറും കൂടി കഴുകിയിട്ട് ഇങ്ങോട്ട് ഒഴിച്ചാൽ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമാവും. ഇത്തിരി വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ ഭയങ്കര കട്ടിയാവും. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് ഈ ജാറൊന്നിങ്ങനെ കഴുകി ഇതിലേക്ക് ഒഴിച്ചാൽ ആവശ്യത്തിന് വെള്ളമാവും. ഇനി വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് അതൊന്ന് തിളയ്ക്കും വേണം. ഇത്തിരി നേരം അടുപ്പത്ത് വെച്ചിട്ട് പതുക്കെ ഒന്ന് തിള വരുമ്പോഴും നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. തിള വന്നു, ഇത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് വറുത്തിടണം. വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കുറച്ച് കടുകിടാം. 1 ടീസ്പൂൺ കടുകിട്ടു. കടുക് നന്നായി കഴിയുമ്പോൾ നമുക്കതിലൊരു വറ്റൽമുളകും പിന്നെ ഇതിൽ കറിവേപ്പിലൊക്കെ ഇടാം കേട്ടോ. വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇടാം. ഇനി അതിലേക്ക് കുറച്ച് നാളികേരം കൂടി വറുത്താലാണ് എരിശ്ശേരി ആവുള്ളൂ. നാളികേരം ഇട്ടു. നാളികേരം അരച്ചും ചേർക്കണം, ഇത്തിരി വറുത്തിടും വേണം. അപ്പോഴാണ് സൂപ്പർ എരിശ്ശേരി ആവുള്ളൂ. നാളികേരത്തിൻ്റെ കളറ് ഏകദേശം പറയില്ലേ, പുളിയുറുമ്പിൻ്റെ കളറാവണം. അതായത് ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കത് കറിയിലേക്ക് ഇടാം. എല്ലാവർക്കും അറിയാവുന്ന എരിശ്ശേരി വയ്ക്കാമെന്ന് അല്ലേ? പക്ഷേ ആദ്യത്തെ ചക്ക കിട്ടുമ്പോൾ, അതും നമ്മുടെ പള്ളത്തെ ചക്ക വലിയ ചക്കയായിരുന്നു കേട്ടോ. അടിപൊളി ചക്കയായിരുന്നു, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം നിറയുമ്പോൾ അതിലേക്ക് ഒഴിക്കുക. വിഷുവിന് നമ്മൾ എരിശ്ശേരി വയ്ക്കുക ചക്കയാണ്, കാരണം ചക്കയുടെ സീസണാണല്ലോ. ആയി കേട്ടോ. കണ്ടോ നിറയില്ലേ? നമുക്കതിലേക്ക് ചേർക്കാം കേട്ടോ. നല്ല വാസനയൊക്കെ വന്നു കേട്ടോ. ഇട്ടു. ഇനി ഇതിലുള്ള വെളിച്ചെണ്ണയും ബാക്കിയുള്ള അതൊക്കെ വരാനായിട്ട്, നാളികേരമൊക്കെ പോരാനായിട്ട് ഇത്തിരി ചക്ക കൂട്ടാനിട്ടിട്ട് അതിൽ ഒഴിച്ചിട്ട് എടുത്താൽ ഫുള്ള് എല്ലാം പോരും ഇങ്ങോട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. കണ്ടോ? സൂപ്പർ എരിശ്ശേരിയാണ്. ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അടിപൊളിയാട്ടോ. ഇന്നത്തെ സാമ്പാർ ഉണ്ട് കേട്ടോ. ഇവിടെ രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാർ ഇരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടം ഇതായിരിക്കും. ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ഒന്ന് ഇനി ഊണ് കഴിക്കുമ്പോൾ എടുക്കാം. ഇനി നമുക്ക് നാളേക്ക് ഇതിൽ നിന്ന് കുറച്ച് ചക്കയും കൂടി എടുത്ത് വയ്ക്കണം. അപ്പോൾ അടുത്ത മുറിയാണ് ഇത് കേട്ടോ. അതായത് ഒരു ചക്കയുടെ പകുതിയുടെ പകുതിയേനെ 2ആക്കിയതാണ്. അതൊരു കഷ്ണം എടുത്തിട്ട് കറി വെച്ചു. ഇപ്പം നമ്മൾ എരിശ്ശേരി വെച്ചു. അടുത്ത കറീനെ എടുത്തിട്ട് അടുത്ത മുറിയേനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റില്ല കേട്ടോ. നാളേക്കോ മറ്റന്നാളേക്കോ ഒക്കെ എടുക്കാനായിട്ട് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? ഇതിനെ പറിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സൂക്ഷിച്ചെടുത്ത് വെക്കണം ഫ്രിഡ്ജിൽ. നമ്മൾ വെറുതെ ഇങ്ങനെ പുറത്തിരുന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് പുളി പിടിക്കും. നാളേക്ക് ഇത് മധുരം നന്നായിട്ടാവും.
തിന്നാനൊക്കെ രസമാണ്. പക്ഷേ നാളെ നമുക്ക് എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയോ അതല്ലെങ്കിൽ ഒരു മുളോഷിയോ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ പുഴുക്കോ എന്തെങ്കിലും വെക്കണമെങ്കിൽ എടുത്ത് വെക്കണ്ടേ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പൊളിച്ച് വയ്ക്കുക കേട്ടോ. ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാം, ചക്ക പപ്പടം ഉണ്ടാക്കാം, ചക്ക വറുത്ത് ഉപ്പേരി വറുക്കാം, ചക്ക ഉപ്പേരി വറുക്കാം, ചക്ക മെഴുക്ക് പുരട്ടി വയ്ക്കാം. ഞാനിങ്ങനെ എളുപ്പത്തിന് വലിയ ചക്കയൊക്കെ ആകുമ്പോഴേ വെട്ടിപ്പറിക്കാൻ പാടല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇത്തിരിശായിട്ട് കത്തിയോണ്ട് ഇങ്ങനെ പതുക്കെ തുളക്കി ഒന്നിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാ എന്നിട്ട് അതിങ്ങനെ എടുക്കാം. വലിയ ഭാരമില്ലാണ്ട് എടുക്കാൻ പറ്റും. മൂത്തത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടണത് കേട്ടോ, അല്ലെങ്കിൽ കിട്ടുമൊന്നുമില്ല. നിങ്ങളിങ്ങനെ ചക്ക എടുത്ത് വയ്ക്കാറുണ്ടോ? വേറെ ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾ ചക്ക സൂക്ഷിച്ച് വയ്ക്കാറ് എങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാനത് നല്ലതാണെങ്കിൽ സ്വീകരിക്കുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്നറിയോ? ഇങ്ങനെ പറിച്ചിട്ട് അതിൻ്റെ ചവിടിയൊക്കെ ഒന്ന് കളഞ്ഞ്, കുരു കളഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്, കാരണം പാത്രത്തിൽ കൊള്ളും. ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ നിറയെ വെള്ളമൊഴിക്കും. നിറയെ വെള്ളമൊഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. വെറുതെ വെള്ളമൊഴിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ശരിയാവില്ല കേട്ടോ. ഒരു വേറെ മോശം ടേസ്റ്റാണ് വരിക, ഒരു കയ്പ്പ് പോലെയൊക്കെ ഉണ്ടാവും. നന്നായിട്ട് വെള്ളമൊഴിച്ച് വയ്ക്കണം. പുറത്ത് വെച്ചാൽ ഉറപ്പായിട്ടും ഒക്കെ പഴുക്കും, ഒന്നും തിന്നാൻ പറ്റില്ല. പിന്നെ നിറച്ച് വയ്ക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക കേട്ടോ. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നാളെ എടുത്തിട്ട് ഉപയോഗിക്കാം. നാളെ ഞാൻ എന്താ വയ്ക്കുക? ചിലപ്പോൾ മുളക് വെള്ളം എടുക്കട്ടെ കേട്ടോ. കുറച്ചും കൂടി നിറയെ വെള്ളം ഒഴിച്ചു, അടച്ചു. ഇനി ഫ്രിഡ്ജ് വയ്ക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും.